മാരിയോട് തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ കാലഘട്ടത്തെ സ്കൂളിന്റെ ക്രിസ്മസ് ആഘോഷമായി കത്താൻ ഞങ്ങൾക്ക് കടന്നു വരുവാൻ തന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സ്കൂളിലുള്ള എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്ന ഒരാൾക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാം തന്നെ കൈവെക്കുന്ന കർത്താവേ. പ്രവർത്തിക്കുന്ന അധ്യാപകരെ എല്ലാം അവിടുന്ന് കാത്തുകൊണ്ട് ഒരു കാഴ്ചയെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ കർത്താവേ, നിന്റെ സമാധാനത്തിൽ സന്ദേശം ഉൾക്കൊണ്ട് കർത്താവ് മുന്നോട്ട് ജീവിക്കാൻ അവിടുന്ന് ഇടയാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം ഞങ്ങളുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിൽ പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വലോടത്തെ കാത്തു ഒരുപാട് സമൂഹത്തിൽ തിരുമേനി എടുക്കണമേ. ചോദിച്ചതിനെ വെച്ച് അതിമാന്ത്രങ്ങളെ കൊണ്ട് നിറച്ചു വന്നു. ഞങ്ങൾക്ക് വലിയ കാലം കുറിച്ച് ജീവിതമായിട്ട് അപേക്ഷിക്കുന്ന കേൾക്കണമേ. ഒന്നാം പാഠം. യെശയ്യാവ് 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനക്കും സമാധാനത്തിനും അവസാനമുണ്ടാവുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. സൈന്യങ്ങളിലെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും.
സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണം എന്ന് ഔഗസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യസ് സുറിയ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവൻ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറത്ത് പട്ടണം വിട്ടു യഹൂദ്യയിലെ ബെത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇതോടെ ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. താരകം ദൂരയായുദിച്ചുയർന്നു, പാരിന്റെ ജാതനെ എതിരേൽക്കുവാൻ. താരകം ദൂരയായുദിച്ചുയർന്നു, പാരിന്റെ ജാതനെ എതിരേൽക്കുവാൻ. കാലികൾ ആനന്ദനിർവൃതി പൂകി, ഗോശാല തന്നിലായി പിറന്നു ഉന്നതൻ. കാലികൾ ആനന്ദനിർവൃതി പൂകി, ഗോശാല തന്നിലായി പിറന്നു ഉന്നതൻ. പാടി സ്തുതിച്ചിടം, പാടി സ്തുതിച്ചിടം, മാലാഖ വൃന്ദത്തിൻ ഗ്ലോറിയനാദം. വാഴ്ത്തി സ്തുതിച്ചിടം, വാഴ്ത്തി സ്തുതിച്ചിടം, മണ്ണിലിതാ വന്നവനാം മന്നവനെ. വാഴ്ത്തി സ്തുതിച്ചിടം, വാഴ്ത്തി സ്തുതിച്ചിടം, മണ്ണിലിതാ വന്നവനാം മന്നവനെ. താരകം ദൂരയായുദിച്ചുയർന്നു, പാരിന്റെ ജാതനെ എതിരേൽക്കുവാൻ. കാലികൾ ആനന്ദനിർവൃതി പൂകി, ഗോശാല തന്നിലായി പിറന്നു ഉന്നതൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആലുവ ബ്ലൈൻഡ് സ്കൂളിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ പങ്കാളിയാകുവാൻ എനിക്ക് അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച ജിജി ടീച്ചറിനോടും സ്കൂളിന്റെ എല്ലാ ചുമതലക്കാരോടുമുള്ള എൻ്റെ ഹൃദയംഗമായ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഒരു COVID-19 കാലത്തിലൂടെയാണ് നാം എല്ലാവരും യാത്ര ചെയ്യുന്നത്.
ഈ യാത്രയിൽ നാം നിരന്തരം കേൾക്കുന്നതായ ഒരു ആഹ്വാനമുണ്ട്. സാമൂഹ്യ അകലം പാലിച്ചു വേണം നിങ്ങൾ ജീവിക്കുക എന്നുള്ളത്. നാം എവിടെ പോയാലും നാം കേൾക്കുന്ന കാണുന്ന ഒരു ആഹ്വാനമാണിത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് നിർബന്ധമായി പാലിക്കണം. രോഗം പടരാതിരിക്കാൻ അത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അകലം സൂക്ഷിപ്പാൻ നമ്മെ നിർബന്ധിക്കുന്നതായ ഈ കാലത്താണ് നാം വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ക്രിസ്മസിന്റെ സന്ദേശം തികച്ചും വ്യത്യസ്തമാണ്. എല്ലാ അകലങ്ങളെയും അകറ്റുവാൻ വേണ്ടിയാണ് 2000 കൊല്ലങ്ങൾക്ക് മുൻപ് യേശു തമ്പുരാൻ ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ദൈവവും മനുഷ്യനുമായുള്ള അകലം, മനുഷ്യനും മനുഷ്യനുമായുള്ള അകലം, മനുഷ്യനും പ്രകൃതിയുമായുള്ള അകലം, എല്ലാ അകലങ്ങളെയും അകറ്റി സ്നേഹത്തിൽ എല്ലാവരെയും ഒന്നായി ചേർക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് എന്നുള്ളത് ക്രിസ്മസിന്റെ ഏറ്റവും ശക്തമായ ഒരു സന്ദേശമാണ്. നാം ഈ പാൻഡമിക്കിന്റെ കാലത്ത് കേട്ടതായ വായിച്ചതായ നമ്മെ എല്ലാവരെയും വല്ലാതെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവം പറഞ്ഞ് എന്റെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാം. ഇറ്റലിയിൽ പാർക്കുന്നതായ റോമിയോ കോക്സ് 10 വയസ്സുകാരനാണ്. 10 വയസ്സുകാരനായ റോമിയോ കോക്സ് കോവിഡിന്റെ കാലത്ത് ഏറെ സങ്കടപ്പെട്ടത് അവനവന്റെ ഗ്രാൻഡ്മയെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അവനേറെ സ്നേഹിച്ചത് അവന്റെ വല്യമ്മയാണ്. വല്യമ്മ ലണ്ടനിലാണ്, അവൻ ഇറ്റലിയിലാണ്. അവൻ അവന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്ക് വല്യമ്മയെ കാണണം. എങ്ങനെ കാണാൻ സാധിക്കും? അതിർത്തികളൊക്കെ അടയ്ക്കപ്പെട്ടു, വിമാന സർവീസുകളില്ല, യാത്രാ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് വളരെ ദൂരം താണ്ടി വല്യമ്മയെ കാണുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. റോമിയോ കോക്സ് പറഞ്ഞു, എന്ത് വില കൊടുത്തും എനിക്ക് വല്യമ്മയെ കണ്ടേ പറ്റൂ. അവന്റെ നിർബന്ധത്തിന് മാതാപിതാക്കൾ വഴങ്ങി. അവനോടൊപ്പം അവന്റെ പിതാവ് യാത്ര ചെയ്തു. അവൻ ഇറ്റലിയിൽ നിന്ന് ലണ്ടൻ വരെ 2800 കിലോമീറ്റർ നടന്ന് വല്യമ്മയെ കാണുവാനായിട്ട് 2020 ജൂൺ മാസം 20 യാത്ര പുറപ്പെട്ടു. സെപ്റ്റംബർ 21 അവൻ ലണ്ടനിലെത്തി. യാത്രയിൽ 80% കാൽനടയായി, ബാക്കി കഴുതപ്പുറത്തും സൈക്കിളിലുമൊക്കെയായി അവൻ ലണ്ടനിലെത്തി. 2 ആഴ്ച ക്വാറന്റൈൻ കഴിഞ്ഞ് ഒക്ടോബർ മാസം 5 തീയതി അവൻ ഏറെ സ്നേഹിക്കുന്ന അവന്റെ വല്യമ്മയെ കണ്ടു. കണ്ണുനീരിൽ കുതിർന്ന് ഒരു ആലിംഗനം കെട്ടിപ്പുണർന്ന് അവൻ നൽകി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ദി മോസ്റ്റ് കോസ്റ്റ്ലി ഹഗ് ഇൻ ദ വേൾഡ് എന്നാണ്. ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വിലയേറിയ ചുംബനമായിരുന്നു, ആലിംഗനമായിരുന്നു റോമിയോ കോക്സ് എന്ന 10 വയസ്സുകാരൻ അവന്റെ ഗ്രാൻഡ്മയ്ക്ക് നൽകിയതായ ആലിംഗനം. ഇത്രയും ദൂരം താണ്ടാൻ, ഇത്രയും കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കാൻ, ഇത്രയും സഹിക്കുവാൻ റോമിയോ കോക്സ് എന്ന 10 വയസ്സുകാരൻ തയ്യാറായത് ഗ്രാൻഡ്മയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ഈ താണ ഭൂമിയിലേക്ക് സ്വർഗോന്നതകളെ വെടിഞ്ഞ് യേശു തമ്പുരാൻ അവതീർണനായത് മാനവകുലത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അത്രമാത്രം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഈ സ്നേഹത്തിൽ നമുക്ക് നിറയപ്പെടാൻ കഴിയട്ടെ. ദൈവത്തെ ആഴമായി സ്നേഹിക്കാൻ, അന്യോന്യമുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ, പ്രകൃതിയെയും ഏറെ സ്നേഹിക്കാൻ, സ്നേഹത്തിന്റെ ദൂതുവാഹകരായി, സ്നേഹത്തിന്റെ സന്ദേശവാഹകരായി നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് സ്നേഹത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തു നിറഞ്ഞ ഒരു ക്രിസ്മസും നന്മ നിറഞ്ഞ ഒരു പുതുവർഷവും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
താങ്ക് യു ക്യൂബൻജി. വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ എളിയ പരിപാടിയിൽ എനിക്ക് ആശംസകൾ അർപ്പിക്കുകയാണ് നമ്മുടെ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട വർഗീസ് അലക്സാണ്ടർ സാറിനെ ക്ഷണിച്ചുകൊള്ളു. ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, അനധ്യാപകരെ, മറ്റ് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് ഒരു വർഷക്കാലമായി കോവിഡിൻ്റെ എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലോകമെങ്ങും അസമാധാനം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ സമാധാനത്തിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ആണ് ക്രിസ്മസ് നാം ആഘോഷിക്കുന്നത്. അത്യുന്നത ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമാധാനവും മനുഷ്യരുടെ ഇടയിൽ സംപ്രീതിയും ഉളവാകട്ടെ എന്ന് മാലാഖമാർ 2000 വർഷങ്ങൾക്ക് മുമ്പ് പാടിയ പാട്ടിനോട് ചേർന്ന് നിന്ന് നമുക്ക് ഈ സമാധാനത്തിൻ്റെ സുവിശേഷം, സ്നേഹത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ്. ചരിത്രത്തിലേക്ക് വന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഈ ക്രിസ്മസ് കാലയളവും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ നാം മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് സാമൂഹികമായും മറ്റ് എല്ലാ രീതിയിലും സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, സഹിഷ്ണുതയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. കോവിഡിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും ലോകം ഒരു പ്രത്യേക രീതിയിൽ മാറിക്കഴിഞ്ഞു. ഈ കാലഘട്ടം നമ്മളുടെ ചിന്താഗതിയിലും
നമ്മുടെ മനോഭാവത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ച് സത്യത്തിലും സ്നേഹത്തിലും മറ്റുള്ളവരെ ഒത്തുചേർന്ന് ഈ സമൂഹത്തിൽ ജീവിപ്പാൻ, ദൈവത്തിൻ്റെ സുവിശേഷം ലോകമൊന്നും അറിയിപ്പാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഈ വർഷത്തെ എല്ലാവിധ ക്രിസ്മസ് ആശംസകളും നേരുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Merry Christmas, we wish you a Merry Christmas and a Happy New Year, and a Happy New Year, and a Happy New Year. We wish you a Merry Christmas.